ഡോക്ടർ മോഹൻ വർഗീസ് നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു അനുബന്ധ ചോദ്യമാണ്. അതായത് മുൻപ് ഇലക്ഷന് പലപ്പോഴും ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്, ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ BJPയുടെ മുന്നേറ്റം അവർക്ക് കാണാതിരിക്കാൻ പറ്റുമോ? അതൊക്കെയല്ലേ ഒരു ഇടതുപക്ഷക്കാരനായ തിരുമേനിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന അഭിപ്രായ പ്രകടനമായി ഇത് മാറുന്നത്. പല മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിൽ വളരെ പിന്നിലേക്ക് പോകുന്നു. ഇടതുപക്ഷത്തിൻ്റേതെന്ന് സ്വയം വിശ്വസിച്ചൊരു മണ്ഡലത്തിൽ മൂന്നാമതാകുന്നു. ഇന്തിന് ആറ്റിങ്ങലിലേക്ക് വന്നാൽ കോൺഗ്രസ്സുകാർ പോലും പറയുന്നുണ്ട്, മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയല്ലാതെ പ്രചാരണം നടത്തിയ ഒരാൾ അവിടെ ജയിക്കുന്നു, അടൂർ പ്രകാശ്. ഇത്തവണ ജയിക്കേണ്ട എന്നായിരുന്നു അടൂർ പ്രകാശിൻ്റെ ആഗ്രഹം. എന്നിട്ട് പോലും തിരുവനന്തപുരത്തെ മുഴുവൻ മെഷീനറിയും ഇറക്കി സ്വന്തം ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്നു വി ജോയ് എന്ന അതികായൻ ആറ്റിങ്ങലിൽ. അതാകട്ടെ കഴിഞ്ഞ തവണ ഒഴിച്ചു നിർത്തിയാൽ അതൊരു ഇടത് കോട്ടയാണെന്ന് എടുത്തു പറയേണ്ടി വരും. ഞാൻ ആ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. അതായത് തിരുത്താൻ ശ്രമിക്കുന്നവരെ തളച്ചിടുന്നത് BJPയുടെ മുന്നേറ്റത്തിന് കാരണമാകില്ലേ? ശ്രീ കൃഷ്ണരാജ്, ഈ ചില യാഥാർത്ഥ്യങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ടു. അതിലൊന്ന്, ഇടതുപക്ഷങ്ങൾക്ക് ഇപ്പോഴത്തെ നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പരിഗണനാ വിഷയമെങ്കിൽ 140 നിയമസഭാ സെഗ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കേവലം 19 സീറ്റുകളിൽ മാത്രമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ സ്ഥാനാർത്ഥികൾ LDF കാൻഡിഡേറ്റ്സ് ഒന്നാം സ്ഥാനത്ത് വന്നത്. അതേസമയം ഭാരതീയ ജനതാ പാർട്ടി 11 ഇടത്ത് ഒന്നാം സ്ഥാനത്ത് വന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കേവലം 8 സീറ്റുകളാണ്. UDF 110 പരം സീറ്റുകളിലാണ് മുന്നിൽ വന്നത്. അപ്പം ഇത് ഒരു സൂചന. ഇതേ കാര്യം നിയമസഭയിൽ ആവർത്തിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അത് മറ്റൊരു കാര്യം. പക്ഷേ ഇതൊരു സൂചനയാണ്. നാളുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള, കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യതകളിലേക്ക് ഉള്ള ഏർലി ഇൻഡിക്കേഷനാണ്. അതുമാത്രമല്ല, വോട്ട് ഷെയർ നോക്കൂ, 45% വരെ. ഇനി ലോക്സഭ നിയമസഭയെ നമ്മൾ മാറ്റി നിർത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണ് പരിഗണനാ വിഷയമെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 45%-നോടടുപ്പിച്ചായിരുന്നു UDFൻ്റെ വോട്ട് ഷെയർ. അത് 2% ഇടിഞ്ഞ് 43.12% മാറുക. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയറിലും ഇടിവ് സംഭവിച്ചു. 35% നിന്നും 34%-ലേക്ക് 1% ഇടിവ് സംഭവിച്ചു. അവിടെ വേണമെങ്കിൽ പറയാം, UDFന് 2% ഇടിവും LDFന് 1% ഇടിവും സംഭവിച്ചു. സീറ്റ് നില ഏതാണ്ട് ഒരുപോലെ തന്നെ തുടർന്നു. എന്നാൽ BJPക്ക് 15% നിന്നും 19.6%-ലേക്കുള്ള വളർച്ച. BJPക്ക് മാത്രമല്ല, NDA മുന്നണിക്ക് 20 സീറ്റുകളുടെ മൊത്തം ടാലിയാണ്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ഒരു ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷം. അവിടെ തന്നെ 4 മണ്ഡലങ്ങൾ എണ്ണിപ്പറയാം: തിരുവനന്തപുരം, തൃശ്ശൂർ, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ഒരു പരിധിവരെ ആലപ്പുഴയും. ആലപ്പുഴ മണ്ഡലവും ആറ്റിങ്ങൽ മണ്ഡലവും കടുത്ത ഇടത് സ്വഭാവമുള്ള, അടിസ്ഥാനപരമായി പരമ്പരാഗതമായി ഇടത് സ്വഭാവമുള്ള മേഖലകളാണ്. ഇല്ലേ? വിപ്ലവ മണ്ണെന്നാണ് ആലപ്പുഴയുടെ വിപ്ലവ മണ്ണെന്നാണ് അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ പിടിക്കാൻ സാധിച്ചു. വി മുരളീധരന് ആറ്റിങ്ങലിൽ ഒരു അതിശക്തമായ ട്രയാങ്കുലർ കൗണ്ടർ. പക്ഷേ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്നത് ആറ്റിങ്ങലിലാണ്. അത് അപ്രതീക്ഷിതമായ. അപ്പം ഇവിടെ കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ കോർ വോട്ടുകൾ പോലും ഭാഗികമായി BJPയിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടതൊരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഇതായിരുന്നല്ലോ ത്രിപുരയിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് അടിസ്ഥാനപരമായി ഈ പറയുന്ന നമ്മൾ ബംഗാളിലെ ഇടതുപക്ഷത്തിൻ്റെ അതാണല്ലോ കുർലോസ് പറഞ്ഞതും. അതാണ് കുർലോസ് തിരുമേനി നല്ല വായനയുള്ളൊരു, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ്, വ്യക്തിപരമായി അടുത്തറിയാവുന്ന ഒരാളാണ് കുർലോസ് തിരുമേനി. കുർലോസ് തിരുമേനിക്ക് നല്ല ആഴത്തിലുള്ള വായനയുണ്ട്. അതിലെ അഭിപ്രായങ്ങൾ ക്ലിയറായ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ പറയുന്നൊരു പതിവുണ്ട്. ഹി ഡസൻറ്റ് മിൻസ് വേർഡ്സ്. അപ്പോൾ ഉള്ളത് തുറന്നു പറയുകയാണ്. അപ്പോൾ അതിനകത്തെ ഒരു ആർജവം കാണാതെ പോവുകയും അതിനെ രാഷ്ട്രീയ വിമർശനം കേവലം ഒരു മതമേലധ്യക്ഷൻ്റെ രാഷ്ട്രീയ വിമർശനമായി മാത്രം തുച്ഛീകരിച്ച് കാണുകയും ചെയ്ത ഒരു പ്രവണത, അത് വളരെ നിർഭാഗ്യകരമാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പം ഇവിടെ തിരുമേനി പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ്? ബംഗാളിൽ സംഭവിച്ചത് അതെന്താണ്? ഈ ക്ലാസ് ക്യാരക്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹാസ് അണ്ടർഗോൺ എ റാഡിക്കൽ ചേഞ്ച്
എന്താണ് ക്ലാസ് ക്യാരക്ടർ? അടിസ്ഥാന വർഗ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അടിസ്ഥാന വർഗത്തിൻ്റെ, അതായത് കർഷകരുടെയും അടിസ്ഥാന വർഗത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ നന്ദിഗ്രാമും സിംഗ്രൂറും വ്യവസായ ഭീമന്മാർക്ക് തീരെഴുതി കൊടുക്കുന്ന, അല്ലെങ്കിൽ വ്യവസായത്തിൻ്റെ ടാറ്റ കമ്പനിക്ക് വേണ്ടിയും ഒരു കെമിക്കൽ ഹബ്ബ് തുടങ്ങാൻ വേണ്ടിയും ഈ രണ്ട് സ്ഥലങ്ങളിലെ കർഷകരെ കുടിയൊഴിപ്പിച്ചതിനുള്ള ഒരു നാച്ചുറൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. അത് ഐഡിയോളജിക്കാണ്. തിരുമേനി അതിനെ കാണുന്നത് പ്രത്യയശാസ്ത്രപരമായ ഒരു നൈർമല്യം പുലർത്താൻ ബംഗാളിലെ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അത് ഗുണ്ടായുധവും ക്ലാസ് ക്യാരക്ടറിൽ നിന്നുള്ള അപജയവും സംഭവിച്ചു. സമാനമായ അന്തരീക്ഷം ത്രിപുരയിലും സംഭവിച്ചു. അവശേഷിക്കുന്ന ഒറ്റപ്പെട്ട തുരുത്താണ് കേരളം. അവിടെയും അടിസ്ഥാനപരമായ ക്ലാസ് ക്യാരക്ടർ, അല്ലെ, വർഗ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യയശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെ ക്ലാസ് ക്യാരക്ടറിന് മാറ്റം വന്നാൽ അതിന് അർത്ഥം എന്താ? ഓണർഷിപ്പ്, ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ്. അപ്പം രാഷ്ട്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വിഭവങ്ങൾ, അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എല്ലാം ഇതെല്ലാം മാറി സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതുന്ന ഒരു നയം. അപ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രതികരണമാണ് ഇടത് മനസ്സുള്ള തിരുമേനിയുടെ ഭാഗത്ത്. അപ്പോൾ തിരുമേനി ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, CPM-നെയോ CPI-യോ മാത്രമല്ല, മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, അടിസ്ഥാന വർഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ചേഞ്ച് ഓറിയൻറ്റഡ് ഫിലോസഫി മാത്രമേ തിരുമേനി ഇടതെന്ന് പറയുന്നുള്ളൂ. ആ അർത്ഥത്തിൽ തിരുമേനി ഒരുപക്ഷെ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന് വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. അതൊരു ആക്ഷേപമല്ല, മറിച്ച് യാഥാർത്ഥ്യമായി തിരുമേനി പറയുകയാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അടിസ്ഥാനപരമായ ഇടതുപക്ഷത്തിൻ്റെ രീതികളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ മാത്രമേ ജനസാമാന്യത്തിന് മനസ്സിൽ സ്ഥാനം കാണൂ എന്ന ഒരു ഉപദേശമാണ് തിരുമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് സഭയുടെ പരിപ്രേക്ഷ്യം കൊടുത്തില്ല. യാക്കോബ സഭയുടെ മുൻ നിരണം ഭദ്രാസന മെത്രാപ്പോലിത്ത എന്ന നിലയിൽ അല്ല അദ്ദേഹം അത് പറഞ്ഞത്. ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ തിരുമനസ്സിന് പറയാം. തിരുമേനിക്ക് ഔപചാരികമായ ഒരു ചുമതലയില്ല. ഒരു കാര്യം കൂടെ ഓർക്കണം, പലപ്പോഴും അധികാര സ്ഥാനങ്ങളോട് അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരു മനോഭാവമുള്ള ഈ കാലത്ത് മതമേലധ്യക്ഷന്മാർ പോലും, എനിക്ക് വളരെ ചെറുപ്പകാലത്ത് തന്നെ എനിക്കിത് വേണ്ട, നിങ്ങളൊക്കെ അനുഭവിച്ചോളൂ, ഞാൻ സഭയിൽ തുടരുന്നു, തിരുമേനി പദത്തിൽ തുടരുന്നു, പക്ഷേ എനിക്ക് ഭദ്രാസനത്തിൻ്റെ ഔപചാരിക അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല വേണ്ട എന്ന് പറഞ്ഞ് ധൈര്യമായി മാറി നിന്ന ഒരു വളരെ ധീരനായ ഒരു വിപ്ലവകാരിയാണെന്ന് ഞാൻ പറയും ഗിവറീസ് മാർ കുർലോസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തുച്ഛീകരിക്കാൻ പാടില്ലായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. ശരി.